ഹായ് മക്കളെ, 9ാം ക്ലാസ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇൻ ദി എക്സ്പാൻസീവ് പ്ലെയിൻ അല്ലെങ്കിൽ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ അല്ലെങ്കിൽ ഉത്തരമഹാസമുദ്രത്തിലെ മണ്ണിനങ്ങളെ കുറിച്ചിട്ടാണ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അപ്പൊ ഏവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോഗ്രഫി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ A+ ട്യൂഷൻ സെന്ററിൽ അധ്യാപകരുണ്ട്. നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ, സോയിൽ ടൈപ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ണാണ്. നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ മണ്ണാണ് ചുവന്ന മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്ന് പറയുന്നു. അതേപോലെ മൂന്നാമത്തെയാണ് ലവണ മണ്ണ് അല്ലെങ്കിൽ ഉപ്പ് മണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ എന്നും കൂടി പറയുന്നുണ്ട്. അതേപോലെ പിന്നെ അടുത്തൊന്നാണ് പീറ്റ് മണ്ണ് അല്ലെങ്കിൽ പീറ്റ് സോയിൽ ഇവിടെ നമുക്ക് കാണപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് വരണ്ട മണ്ണ് അല്ലെങ്കിൽ മണൽ മണ്ണ് അല്ലെങ്കിൽ ഡ്രൈ സോയിൽ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്. ഇത് മാത്രമേ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഇത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എക്കൽ മണ്ണിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെ. അതാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക, എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ, ശ്രദ്ധിക്കുക എന്റെ മക്കള്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണ് അതാണ് ഏത്? എക്കൽ മണ്ണ്. അപ്പൊ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. ക്ലിയർ ആയോ? അപ്പോ നമുക്ക് ഈ ഗംഗാ സമതലത്തിലെ എക്കൽ മണ്ണ് നമുക്കറിയാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ നമ്മൾ പല പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 രാജസ്ഥാൻ പ്ലെയിൻ, 2 പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, 3 ഗംഗാ സമതലം അല്ലെങ്കിൽ ഗംഗാ പ്ലെയിൻ, പിന്നെ അടുത്ത് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലം. അതില് ഗംഗാ സമതലത്തിലെ എക്കൽ മണ്ണിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗാദർ എന്നും, ശ്രദ്ധിക്കുക, ഗാദർ എന്നും അതേപോലെ ബങ്കർ എന്നും ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? എന്താണ് ഗാദർ, എന്താണ് ബങ്കർ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പഴയ എക്കൽ മണ്ണിനെ, അതായത് പഴയ എക്കൽ നിക്ഷേപങ്ങളെ പറയുന്ന പേരാണ് ബങ്കർ. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ പറയുന്ന പേരാണ് ഗാദർ എന്നും കൂടി മനസ്സിലാക്കാം. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ദി അലൂവിയൽ സോയിൽ, ദി മോസ്റ്റ് സ്യൂട്ടബിൾ സോയിൽ ഫോർ അഗ്രികൾച്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ സോയിലാണ് ഏത്? നമ്മുടെ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കും. Then English medium students listen here. Alluvial soil is the most widespread soil in the North Indian Plain. North Indian Plain ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് വൈഡ്സ്പ്രെഡ് സോയിൽ ഏതെന്ന് ചോദിച്ചാൽ അത് അലൂവിയൽ സോയിൽ ആണ്. ഇനി ഈ അലൂവിയൽ സോയിലിനെ ഗംഗാ പ്ലെയിനിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഖാദർ എന്നും ബങ്കർ എന്നും. എന്താണ് ഖാദർ, എന്താണ് ബങ്കർ എന്ന് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ മക്കളെ. ന്യൂവർ അലൂവിയം ഡിപ്പോസിറ്റഡ് ബൈ റിവേഴ്സ് ഡ്യൂറിങ് ഫ്ലഡ് ഇസ് കോൾഡ് ഖാദർ. അതായത് നദികൾ ഒഴുക്കിക്കൊണ്ടുവന്നിട്ട് പുതിയതായിട്ട് നിക്ഷേപിച്ച എക്കൽ മണ്ണിനെയാണ് ഖാദർ എന്ന് പറയുന്നത്. അതേപോലെ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്നിട്ട് പണ്ടേ നിക്ഷേപിച്ചുണ്ടായ പഴയ എക്കൽ മണ്ണിനെയാണ് എന്ത് പേര് പറയുന്നത്? ബങ്കർ എന്ന് പറയുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അലുവിയൽ സോയിൽ ഈസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സോയിലും കൂടിയാണ് ഇത് എന്ന് കൃത്യമായിട്ട് റെഡിയായിട്ട് മനസ്സിലാക്കുക. റെഡിയാണ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട മണ്ണാണ് ചുവന്ന മണ്ണ്. നമുക്കറിയാം എവിടെയാണ് ചുവന്ന മണ്ണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗത്താണ് ചുവന്ന മണ്ണ് കാണപ്പെടുന്നത്. മധ്യഗംഗാ സമതലത്തിന്റെ തെക്ക് ഭാഗത്താണ് നമ്മുടെ ചുവന്ന മണ്ണ് കാണപ്പെടുന്നത്, റെഡ് സോയിൽ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം വന്നത് എന്ന് ചോദിച്ചാൽ ഈ മണ്ണിൽ ധാരാളം ഇരുമ്പിന്റെ അംശമുണ്ട്.
ഇരുമ്പിന്റെ അംശമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്നും കൂടി എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അല്ലെ? ഇൻ ദി സോയിൽ ദി പ്രസൻസ് ഓഫ് റിച്ച് കണ്ടന്റ് ഓഫ് അയൺ, ദി അയൺ കണ്ടന്റ് ഗിവ്സ് റെഡ് കളർ. ഇതിന് റെഡ് കളർ കൊടുക്കുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതവിടെ നോക്കിയേ, ദി റെഡ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദി സദേൺ പാർട്ട് ഓഫ് ദി മിഡിൽ ഗംഗ പ്ലെയിൻ. ദി പ്രസൻസ് ഓഫ് അയൺ ഗിവ്സ് ദി സോയിൽ ഇറ്റ്സ് റെഡ് കളർ. ദി റെഡ് സോയിൽ ഇസ് ജനറലി സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് ലൈക്ക് പൾസസ് പയർവർഗ്ഗങ്ങൾ, മില്ലറ്റ്സ് തിനവിളകൾ, ഗ്രൗണ്ട്നട്ട് നിലക്കടല, ആൻഡ് കോട്ടൺ പരുത്തി. ഇത്രയും കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സോയിലാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത്. ആരാണ് ഇതിന് റെഡ് കളർ കൊടുക്കുന്നത് വെച്ചാൽ അയൺ കണ്ടന്റ്. ഇതിലുള്ള അയൺ കണ്ടന്റ് ആണ് റെഡ് കളർ കൊടുക്കുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? ഇതിന് അടുത്തതാണ് സലൈൻ സോയിൽ അല്ലെങ്കിൽ ഉപ്പുമണ്ണ്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ചതുപ്പ് നില പ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മാർഷി ലാൻഡിൽ ആണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ശ്രദ്ധിക്കുക, നോക്കിയേ എന്റെ മക്കള് നോക്കിയേ. സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്ത് ഉപ്പുമണ്ണ് കാണപ്പെടുന്നു, അല്ലെങ്കിൽ ലവണമണ്ണ് കാണപ്പെടുന്നു. സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്താണ് നമ്മുടെ ഈ ഒരു മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ മണ്ണിൽ ഉപ്പിന്റെ അളവ് കുറച്ച് കൂടുതലാണ്. ഉപ്പുമണ്ണിന്റെ പ്രത്യേകത എന്താ? അതിൽ മണലും ഉണ്ടാവും, അതേപോലെ പശ്ചിമരാശിയും ലോം അടങ്ങിയിരിക്കുന്നുണ്ട്. കടൽ വെള്ളം ഡെൽറ്റ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്നതാണ് ഉപ്പുമണ്ണ് രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. കടൽ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വലിഞ്ഞു കയറുന്ന ഭാഗത്താണ് ഈ ഒരു മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്ന് എൻ്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. then അതിന്റെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. സലൈൻ സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദി സുന്ദർബൻ ഡെൽറ്റ റീജിയൻ. അല്ലെ? എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? സുന്ദർബൻ ഡെൽറ്റ റീജിയനിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട്. ഇതിൽ എന്തുണ്ട്? റിച്ച് കണ്ടന്റ് ഓഫ് സാൾട്ട് കണ്ടന്റ് ഒരുപാടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത അടുത്ത വീണ്ടും ഒന്നുണ്ട്. അടുത്തൊന്നാണ് ഇത് പീറ്റ് സോയിൽ. നമ്മുടെ പശ്ചിമ ബംഗാളിലെ ഈ വെസ്റ്റ് ബംഗാളിന്റെ കോസ്റ്റൽ റീജിയനിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പീറ്റ് സോയിൽ ഈസ് ഓൾസോ ഫൗണ്ട് അലോങ് ദി കോസ്റ്റൽ റീജിയൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഡാർക്ക് ഇൻ കളർ, ഇതിന്റെ കളർ വെച്ചാൽ ഡാർക്ക് കളറാണ്. അതേപോലെ പിന്നെന്താന്ന് വെച്ചാല് വെള്ളത്തെ ഒരുപാട് സമയം അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതിന് അടുത്തത് വരണ്ട മണ്ണ്, അരിഡ് സോയിൽ. നമുക്കറിയാം ഡ്രൈ ആയിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് എന്ന് പറയുന്നത്. ഈ മണ്ണ് പൊതുവെ മണൽ കലർന്നതും ഉപ്പിന്റെ അംശം കൂടുതലുള്ളതുമാണ്. ഈ മണ്ണിൽ ഹ്യൂമസും ഈർപ്പവും കുറവാണ്. ജൈവാംശവും ജലാംശവും ഈ മണ്ണിൽ കുറവായിരിക്കും. അതിനാൽ ഇവിടെ വിളകൾ വളരാൻ എന്തുകൂടി വേണം? എക്സ്ട്രാ ജലസേചന സപ്പോർട്ടും കൂടി വേണം എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? അരിഡ് സോയിൽസ് എക്സ്റ്റെൻസീവ്ലി ഫൗണ്ട് ഇൻ ദി വെസ്റ്റേൺ പാർട്സ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, എസ്പെഷ്യലി ഇൻ രാജസ്ഥാൻ. ഇറ്റ് ഈസ് ജനറലി സാൻഡി ആൻഡ് സലൈൻ ഇൻ നേച്ചർ. അതായത് ഒരു ഉപ്പും അതേപോലെയുള്ള ഒരു മണ്ണാണ് ഈ അരിഡ് സോയിൽ എന്നൊക്കെ പറയുന്നത്. അതേപോലെ മണലും ആയിരിക്കും. പിന്നെ ഹ്യൂമസും മോയിസ്ചറും കുറവാണ് ഈ മണ്ണിൽ. ദിസ് സോയിൽ ഈസ് പൂർ ഇൻ ഹ്യൂമസ് കണ്ടന്റ് ആൻഡ് മോയിസ്ചർ കണ്ടന്റ്. ഓക്കെ, therefore irrigation is essential for crops. ഇവിടെ ക്രോപ്സ് വളരണമെങ്കിൽ നമുക്ക് എന്തിന്റെ സപ്പോർട്ടും കൂടി വേണം? ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസേചന സൗകര്യത്തിന്റെ ഫെസിലിറ്റിയും കൂടി വേണം. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഇനി ഇവിടുത്തെ മനുഷ്യ ജീവിതം എങ്ങനെ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് നോക്കുക. ഈ വിശാലമായ സമതലം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഈ വിശാലമായ സമതലം ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 1/4 മാത്രം വരുന്നുവെങ്കിലും ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകളും താമസിക്കുന്ന പ്രദേശമാണ് ഉത്തര മഹാസമുദ്രം. എന്തുകൊണ്ടാ? കാരണം ഇവിടെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഇവിടെ ഉള്ളത്. ഫലഭൂയിഷ്ഠമായ മണ്ണുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല വളരെ പരന്ന പ്രദേശമാണ്, സമതല പ്രദേശം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഒക്കെ ഹൈ ആണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ റോഡ് റെയിൽ നെറ്റ്വർക്ക് ഒക്കെ ഇവിടെ ഹൈ ഡെവലപ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ആളുകളും ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രദേശം ഏതെന്ന് വെച്ചാൽ അത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്. ഇനി ഇവിടെ അധികവും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് എന്നിവയാണ് അധികവും ഇവിടെ കൃഷി ചെയ്യുന്നത്.
ക്ലിയർ ആയോ? ഇനി ജലസേചനത്തിന്റെ സഹായത്തോടെ നടക്കുന്ന വിപുലമായ കൃഷി ഈ സമതലത്തെ ഇന്ത്യയുടെ ധാന്യശാലയാക്കി മാറ്റിയിരിക്കുന്നു. എന്റെ മക്കളെ, ഈ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ്. കാരണം എന്താണ്? ഇവിടെ വളക്കൂറുള്ള അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ് ഇവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ദി ഗ്രാനറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നു. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. താർ മരുഭൂമി ഒഴികെ ഈ സമതലം ആകെ റോഡുകളുടെയും റെയിൽപാതകളുടെയും വികസിത ശൃംഖലയും കൂടിയാണ്. നല്ല പരന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് ശൃംഖലയാണെങ്കിലും റെയിൽ ശൃംഖലയാണെങ്കിലും അല്ലെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലെ നല്ല വിപുലപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇവിടെ എന്തുണ്ട്, മാറ്റം വന്നിട്ടുണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം എന്റെ മക്കൾക്ക് ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾക്ക് ക്ലിയർ ആയല്ലോ? റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.